ഓക്കെ, സോ നിങ്ങളിൽ ഒരുപാട് പേര് താഴെ കമൻറ്റ് ബോക്സിൽ ഐക്യുവിൻ്റെ ഐക്യു Z5 എന്നാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ആ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഇതാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഐക്യുവിൻ്റെ ഐക്യു Z5 ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ ഫൈനലി എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ക്യാമറ സാമ്പിൾസ്, വീഡിയോ സാമ്പിൾസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ഇത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഐക്യു Z5ൻ്റെ ബോക്സ് ടിപ്പിക്കൽ ഐക്യുവിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ബ്ലാക്ക് ബോക്സ് ആണ്. നമുക്കത് ഓപ്പൺ ചെയ്യാം, ഇതെടുത്ത് മാറ്റാം, ഫോൺ മാറ്റി വെക്കാം. സോ ഇതാണ് മെയിൻ ബോക്സ് കണ്ടൻസ്. ഓബ്വിയസ്ലി ഫോൺ ഉണ്ട്, അതിനോടൊപ്പം തന്നെ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്, USB Type-C ചാർജിങ് കേബിൾ, ഡോക്യുമെൻറ്റേഷൻ, സിലിക്കോൺ TPU കേസ് ആൻഡ് ഫൈനലി സിം ഇജക്ടർ പിൻ. ഐക്യു Z5 കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. ബാക്കും ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ്, സ്റ്റിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ തൊടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മാറ്റ് ഫിനിഷ് ആണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്രാൻഡിങ് ഒക്കെ വളരെ വളരെ മിനിമം ആണ്. ഈവൻ ഐക്യുവിൻ്റെ ബ്രാൻഡിങ് പോലും ഓൾമോസ്റ്റ് ട്രാൻസ്പെറൻറ്റ് രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ദാറ്റ്സ് റിയലി ഗുഡ്. അതുകൊണ്ട് തന്നെ ഒരു മിനിമലിസ്റ്റിക് ക്ലാസി ലുക്ക് കിട്ടുന്നുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് 194 ഗ്രാം ആണ്. സോ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ഫോണാണ്. 8.5 mm ആണ് തിക്നെസ്. പിന്നെ മാറ്റ് ഫിനിഷ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഇതാണ് ആർട്ടിക് ഡോൺ, സെക്കൻഡ് കളർ ഓപ്ഷനാണ് മിസ്റ്റിക് സ്പേസ്. ഈ ഫോണിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 120 ഹെർട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. 240 ഹെർട്സിൻ്റെ ഫാസ്റ്റ് ടച്ച് സാമ്പിളിംഗ് ഉണ്ട്, HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബെസൽസ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റും ടോപ്പും റൈറ്റും ഓക്കെ ആണ്. ബോട്ടം ചിം ഡീസൻറ്റ് സൈസാണ്, ഇറ്റ്സ് ഓക്കെ. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആമസോൺ പ്രൈം ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും 1080p ഫുൾ HD കണ്ടന്റ് ആസ്വദിക്കാൻ കഴിയും. സോ ആ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ഇഷ്യൂ ഒന്നുമില്ല. ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഓക്കെ ആണ്, ഡീസൻ്റ് ആണ്. ഇൻഡോർ എന്തായാലും ഒരു ഇഷ്യൂ ഇല്ല. ഔട്ട്ഡോർ ആണെങ്കിലും അത്യാവശ്യം എല്ലാം വായിക്കാൻ പറ്റുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ LCD ഡിസ്പ്ലേ ആയിട്ടും നല്ല വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല കളർ കാലിബ്രേറ്റഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടറും വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേൻ്റെ വ്യൂയിങ് ആംഗിൾസ് നോക്കുകയാണെങ്കിൽ ഓബ്വിയസ്ലി AMOLED സ്ക്രീനിൻ്റെ ഒരു വ്യൂയിങ് ആംഗിൾസ് ഇവിടെ കിട്ടില്ല. സ്റ്റിൽ അത്യാവശ്യം നല്ല വ്യൂയിങ് ആംഗിൾസ് ആണ്. LCD ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള LCD ഡിസ്പ്ലേ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. കാരണം അതാണല്ലോ ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ്, പെർഫോമൻസ്. സോ ഈ ഒരു ഫോൺ 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 8GB 128GB ആൻഡ് ഹയർ വേരിയൻ്റ് ആണ് 12GB ആൻഡ് 256GB. ഡ്യുവൽ സിം സ്ലോട്ട് ആണ് വരുന്നത്. പക്ഷേ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഫീച്ചർ ഇവിടെ വരുന്നില്ല. ഓക്കെ, സോ നമുക്ക് മെമ്മറി കാർഡ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദാറ്റ്സ് ഓക്കെ. 128GB ആൻഡ് 256GB കിട്ടുന്നുണ്ട്, അത് ധാരാളമാണ് ആക്ച്വലി. എന്നെ ആക്ച്വലി ഇംപ്രസ് ചെയ്ത സംഭവമാണ് ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് ആൻഡ് RAM ടൈപ്പ്. ആക്ച്വലി ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്പെസിഫിക്കേഷൻസിലാണ് വരുന്നത്. അതായത് LPDDR5 RAM വരുന്നുണ്ട്, അതും എൻഹാൻസ്ഡ് LPDDR5 RAM വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ UFS 3.1 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്, അതും ഫ്ലാഗ്ഷിപ്പ് ലെവൽ. സോ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഐക്യു Z5 ഏക ഫോണാണ്. ഈ 2 ഓപ്ഷൻസ് ഉള്ള ഫോൺ, ഏക ഫോൺ ഐക്യു Z5 ആണ്. ഇനി നമുക്ക് പ്രൊസസ്സറിലേക്ക് വരാം. ഇവിടെ വന്നിരിക്കുന്ന പ്രൊസസ്സറാണ് Qualcomm Snapdragon 778G, അതായത് 778G ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. 6 നാനോമീറ്റർ ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. 2.4 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. ഫസ്റ്റ് ടൈം ആണ് കമ്പനി പറയുന്ന എക്സാക്റ്റ് അതേ AnTuTu സ്കോർ എനിക്ക് കിട്ടുന്നത്. 5.6 ലാക്കിൻ്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് റിയലി റിയലി ഗുഡ്. സ്പെഷ്യലി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ, പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ദാറ്റ്സ് റിയലി ഗുഡ്. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഗെയിമിംഗ് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ വീഡിയോ റെൻഡറിങ്, വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ ഔട്ടൊക്കെ എടുക്കുമ്പോൾ ആ ഒരു വ്യത്യാസം LPDDR5 + UFS 3.1 ഉള്ളതുകൊണ്ട് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി 28,000 mm² ഒരു ലിക്വിഡ് കൂളിംഗ് സെറ്റപ്പ് ഇവിടെ വരുന്നുണ്ട്. അത് നല്ലതാണ്. സോ ഒരുപാട് ഗെയിമിംഗ്, ലോങ് ഡ്യൂറേഷൻ ഗെയിമിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഹീറ്റിംഗ് ഒഴിവാക്കാം. സോ അതുകൊണ്ട് തന്നെ ത്രോട്ട്ലിംഗ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോൺ ആയതുകൊണ്ട് ഇവിടെ അൾട്രാ ഗെയിം മോഡ് 2 ഒക്കെ വരുന്നുണ്ട്. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ ഓപ്ഷൻസ് എല്ലാം കാണിച്ചു തരാം. ബാറ്ററി സേവർ മോഡ്, ബാലൻസ്ഡ് മോഡ്, മോൺസ്റ്റർ മോഡൊക്കെ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ CPUവിൻ്റെ ക്ലോക്ക് സ്പീഡൊക്കെ കാണാൻ കഴിയും, ബാറ്ററി റിമൈനിങ് എല്ലാം വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്യുന്ന ഫീച്ചർ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നോർമലി ഗെയിം മോഡിൽ വരുന്ന മിക്ക എല്ലാം ഫീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങളിൽ ചില വ്യൂവേഴ്സ് ഹാപ്റ്റിക് ഫീഡ്ബാക്കിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് വരുന്നത്, കാരണം ഇവിടെ ഡെഡിക്കേറ്റഡ് ആയ Z ആക്സിസ് ലീനിയർ മോട്ടോർ വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഞാൻ ഈ ഫോണിൽ BGMI കളിച്ച് നോക്കിയിരുന്നു, നല്ല പെർഫോമൻസ് ആണ് കിട്ടിയത്. ഐക്യുവിൻ്റെ മിക്ക ഫോൺസിലും നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. ഇതുവരെ വന്നിട്ടുള്ള മിക്ക എല്ലാ ഫോൺസിലും നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അൺലോക്ക്ഡ് ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ സ്മൂത്ത്,
എക്സ്ട്രീം, അതാണ് മാക്സിമം. സോ നിങ്ങൾക്ക് 60 FPS കളിക്കണമെങ്കിൽ സ്മൂത്ത് എക്സ്ട്രീം എടുക്കേണ്ടി വരും. ബാക്കി എല്ലാ സെറ്റിംഗ്സിൽ അൾട്ര കിട്ടുന്നുണ്ട്, 40 FPS കിട്ടുന്നുണ്ട്. പക്ഷേ 60 FPS വേണമെങ്കിൽ സ്മൂത്ത് എടുക്കേണ്ടി വരും. ലാഗ്, സ്റ്റക്ക്, ഫ്രെയിം ഡ്രോപ്പ് അതൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആയിരുന്നു. ഇതിലുള്ള ചിപ്സെറ്റ്, അതായത് Qualcomm Snapdragon 778G ഒരു 5G ചിപ്സെറ്റ് ആണ്. സോ ഇതൊരു 5G ഫോണാണ്, പക്ഷേ 2 ബാൻഡ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ അക്കാര്യം ഓർക്കണം, 2 ബാൻഡ്സ് വരുന്നുള്ളൂ. സോ ഒരു കംപ്ലീറ്റ് 5G ഫോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ല, നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 വരുന്നുണ്ട് വിത്ത് ഫൺ ടച്ച് OS. അത്യാവശ്യം ബ്ലോട്ട്വെയർസ് ഉണ്ട്, അങ്ങനെ ഭയങ്കരമായ ബ്ലോട്ട്വെയർസ് ഇല്ല, സ്റ്റിൽ ബ്ലോട്ട്വെയർസ് ഉണ്ട്, നമുക്ക് എടുത്ത് കളയാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു സംഭവം ഞാൻ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു, കാരണം ഞാൻ എപ്പോഴും എല്ലാ ഐക്യൂവിൻ്റെ അൺബോക്സിങ്ങിലും പറയാറുണ്ട്, ആ ഒരു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസിൻ്റെ സംഭവം. ഇതുപോലത്തെ റെക്കമെൻഡേഷൻ ആപ്പുകൾ ആപ്പ് ഡ്രോറിൽ കാണുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിനെ അത് ബാധിക്കും. ഐക്യു അത് ഒഴിവാക്കിയിട്ടില്ല, പക്ഷേ അത് ഡിസേബിൾ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഐക്യു കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി മെയിൻലി നമ്മുടെ ഹോം സ്ക്രീനിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യണം, പിന്നെ സെറ്റിംഗ്സിൽ പോയിട്ട് ഇതങ്ങ് ഡിസേബിൾ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ കയറി നോക്കുമ്പോൾ അതവിടെ ഇല്ല. പക്ഷേ അതേ സമയത്ത് ഒരു സംഭവം ഒരിടത്ത് മാറ്റിയിട്ടുണ്ട്, അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ബേസിക്കലി ആ സംഭവമാണ് കോൾ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ടായിരുന്നല്ലോ. സോ വിവോൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഐക്യുവിൻ്റെ ഫൺ ടച്ച് OSൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ടായിരുന്നു. അതായത് മറ്റാളെ അറിയിക്കാതെ റെക്കോർഡ് ചെയ്യാനുള്ള ഫീച്ചർ അതവരെടുത്ത് മാറ്റി ഇപ്പോൾ ഇതിലും ഗൂഗിൾ ഡയലറാണ് വന്നിരിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 64 മെഗാ പിക്സലിൻ്റെ സാംസങ്ങിൻ്റെ GW3 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ആൻഡ് 2 മെഗാ പിക്സലിൻ്റെ മാക്രോ വരുന്നുണ്ട്. ഐക്യു Z5 നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്, കംപ്ലീറ്റ് റിവ്യൂ അല്ല, പക്ഷേ ഫസ്റ്റ് ഇംപ്രഷനിൽ ഐ എം ഹാപ്പി. സ്കിൻ ടോൺസ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്, കളേഴ്സൊക്കെ ഐ പ്ലീസിങ് ആണ്, ലേശം വൈബ്രൻ്റ് ആണ്, പക്ഷേ സ്റ്റിൽ ഐ പ്ലീസിങ് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനാമിക് റേഞ്ച് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു HDR സെറ്റിംഗ് ഓണായി വരുമ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് സബ്ജക്റ്റിൻ്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി HDR സെറ്റിംഗ്സ് ഓൺ ആവും. അങ്ങനെ ഓൺ ആകുമ്പം ഹ്യൂമൻ സബ്ജക്റ്റ് ആണെങ്കിൽ ചെറിയ രീതിയിൽ ഫേസിൽ വൈറ്റ് ഒക്കെ കയറി വരുന്നുണ്ട്. ബിൽഡിങ്സ് ആണെങ്കിലും സീനറി ആണെങ്കിലും പച്ചപ്പാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നല്ല ക്ലിയർലി വരുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ദാറ്റ്സ് റിയലി ഗുഡ്. ഈവൻ അൾട്രാവൈഡ് നല്ലതാണ്, നല്ലൊരു അൾട്രാവൈഡ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി നൈറ്റ് ഫോട്ടോഗ്രാഫി നല്ലതാണ്. വെറും ബ്രൈറ്റ്നസ് കൂട്ടലല്ല, ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽസും കിട്ടുന്നുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. ഈ 2 ചെടീൻ്റെ ഫോട്ടോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വിത്തൗട്ട് നൈറ്റ് മോഡ് ഓക്കെയാണ്, പക്ഷേ നൈറ്റ് മോഡ് കയറി വരുമ്പോൾ, അതായത് നൈറ്റ് മോഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി, കുറച്ചും കൂടി ഡീറ്റെയിൽസ് കയറി വരുന്നുണ്ട്. 4K at 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 1080p at 60 FPS എടുക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഞാൻ എല്ലാ ഇമേജ് സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. സെൽഫി ക്യാമറ പെർഫോമൻസ് വീണ്ടും ഇംപ്രസീവ് ആണ്. സോ ഐക്യുവിൻ്റെ ഫോൺസിൽ സെൽഫി ക്യാമറ നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. അവരുടെ ഒരു ഓപ്റ്റിമൈസേഷൻ, അവരുടെ സോഫ്റ്റ്വെയർ മാനിപ്പുലേഷനൊക്കെ നല്ലതാണ്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി നൈറ്റിലൊക്കെ, അതായത് ഈ ട്യൂബ് ലൈറ്റിൻ്റെ അടിയിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇൻഡോർ, ഔട്ട്ഡോർ, ആർട്ടിഫിഷ്യൽ ലൈറ്റ്, സൺലൈറ്റ്, ഏത് കണ്ടീഷൻ ആണെങ്കിലും നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഈവൻ പോർട്രേറ്റ് സെൽഫീസ് നല്ലതാണ്. അതേ രീതിയിൽ സെൽഫി ക്യാമറ വീഡിയോ പെർഫോമൻസും നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസ് നല്ല ക്ലിയർ ആയിരിക്കും. 5000 mAh ഒരു വലിയ ബാറ്ററി വരുന്നുണ്ട്. ഈ ഫോൺ ഫുൾ ചാർജ് ആവാൻ ഏകദേശം 65-70 മിനിറ്റ് എടുക്കുന്നുണ്ട്. ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സേഫ് ആണ്. ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്, ദാറ്റ്സ് ഗുഡ്. അതിനോടൊപ്പം തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. നല്ല സെപ്പറേഷൻ ഉണ്ട്. അത്യാവശ്യം വോളിയം ഉണ്ട്, കുറച്ചും കൂടി വോളിയം ആവാമായിരുന്നു, സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അത്യാവശ്യം ക്ലാരിറ്റി വോളിയം ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ഓഡിയോ സാമ്പിൾ കേൾപ്പിച്ചു തരാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഗ്ലിച്ച് ഒന്നും ഞാൻ ഫേസ് ചെയ്തിരുന്നില്ല. നല്ല ഫാസ്റ്റാണ്, സെക്യൂർ ആണ്. അതേ രീതിയിൽ ഫേസ് അൺലോക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരിയർ എഗ്രിഗേഷൻ എനിക്കിവിടെ കിട്ടിയില്ല, പക്ഷേ ഐക്കോ പറയുന്നതനുസരിച്ച് കാരിയർ എഗ്രിഗേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ചിലപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ കിട്ടും. ഡ്യുവൽ 4G 5G രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഫൈ കോളിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ ടു API എനേബിൾഡ് ആണ്. SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. ഐക്യു Z5ൻ്റെ 8GB 128GB പ്രൈസ് ആണ് 23,990. 12GB 256GB പ്രൈസ് ആണ് 26,990. പക്ഷേ ഇപ്പം വരാനിരിക്കുന്ന ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. സോ ടോട്ടൽ ഓഫ് 3,000 rupees ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. സോ ഈ ഐക്യു Z5നെ കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ഹാപ്പിയാണ്. പലപ്പോഴും ഒരുപാട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺസിൻ്റെ വെയിറ്റും ബൾക്കൊക്കെ കൂടാറുണ്ട്. നല്ല തിക്ക് ഫോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ
ലുക്ക് നല്ലതാണ്, ഫോണിൻ്റെ ലുക്കും ഉണ്ട്, അത്യാവശ്യം ഹാൻഡി ഫോണാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, തിൻ ആണ്, പക്ഷെ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ആ ഒരു ട്രയോ ഉണ്ടല്ലോ, പ്രൊസസ്സർ, റാം, പിന്നെ നമ്മുടെ സ്റ്റോറേജ്. തീർച്ചയായിട്ടും പ്രൊസസ്സർ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ അല്ല, പക്ഷേ ബാക്കി രണ്ട് നമ്മുടെ സ്റ്റോറേജ് ആണെങ്കിലും റാം ആണെങ്കിലും നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവലാണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എക്സ്റ്റെൻഡ് റാമിൻ്റെ ഫീച്ചർ, എക്സ്റ്റെൻഡ് റാം 2.0 വരുന്നുണ്ട്. അതായത് നമുക്ക് എക്സ്ട്രാ 4 GB കിട്ടും. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ബാക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ. ദിസ് ഈസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.